ഗവൺമെൻറ്റിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു IFFK ഉടനീളം? അത് IFFKയുടെ വിഷന് പിന്നിൽ വളരെ നെടുന്തൂണായിട്ട് നിൽക്കുന്ന ഗവൺമെൻറ് ഓഫ് കേരളയാണ്. നമ്മൾ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ചലഞ്ചസ് ഫെസ്റ്റിവൽ ഫേസ് ചെയ്യുമ്പോഴും നിങ്ങളങ്ങനെ പേടിക്കേണ്ടതില്ല. സിനിമ കാണിക്കണമെങ്കിൽ നമ്മൾ കാണിക്കും. അതിനുള്ള കംപ്ലീറ്റ് ഫ്രീഡം ഒരു ഗവൺമെൻറ് എന്ന നിലയിൽ ഞങ്ങൾ തരുന്നു എന്ന് എനിക്ക് പേഴ്സണലായിട്ട് കത്തെഴുതാൻ ചങ്കൂറ്റം കാണിച്ച സഖാവ് പിണറായി വിജയനും സഖാവ് സജി ചെറിയാനും ഇരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണിത്. നിങ്ങൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അങ്ങനെ പറഞ്ഞുവെങ്കിൽ ഗവൺമെൻറ് ഓഫ് കേരള പറയുന്നു എന്ത് വന്നാലും നമ്മളിത് കാണിക്കും. അങ്ങനത്തെ ഒരു സ്റ്റാൻഡ് എടുത്തത് കൊണ്ടാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് പത്തി മടക്കി ഒറ്റ രാത്രി കൊണ്ട് 12 സിനിമകൾ നമുക്ക് റാറ്റിഫൈ ചെയ്ത് തന്നത്. അത് ഏറ്റവും വലിയ നേട്ടമല്ലേ? അങ്ങനെ നിൽക്കുന്നൊരു സർക്കാർ ഉള്ളത് കൊണ്ടാണ് ഇന്ന് കേരള IFFK ഇങ്ങനെ നിലനിൽക്കുന്നതും മലയാള സിനിമ ഇങ്ങനെ നട്ടെല്ലുയർത്തി നിൽക്കുകയാണ്. കഴിഞ്ഞ 8 വർഷമായിട്ട് ലോക സിനിമകളിൽ നടക്കുന്ന മീറ്റു മൂവ്മെൻറ്റും അതിനോടനുബന്ധിച്ചുണ്ടായ വിവാദങ്ങളും ഒരു ഗവൺമെൻറ്റും ലോകത്തിലെ ഒരു ഗവൺമെൻറ്റും ചെയ്യാത്ത കാര്യങ്ങളാണ് കേരള ഗവൺമെൻറ് ചെയ്തിട്ടുള്ളത്. ഒരു ഫിലിം പോളിസി ഉണ്ടാക്കുക, ജുഡീഷ്യൽ ഒപ്പീനിയൻസ് ഫോം ചെയ്യുക, അതിനെപ്പറ്റി അനലൈസ് ചെയ്യുക, നമുക്ക് എവിടെയാണ് പാളിച്ച പറ്റിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക, അതിനുള്ള കറക്റ്റീവ് മെഷേഴ്സ് എന്താണെന്ന് പഠിക്കുക, അതിന് രൂപരേഖ ഉണ്ടാക്കുക, എന്നിട്ട് അത് പോളിസിയാക്കി കൊണ്ടുവരിക. ഏത് ഗവൺമെൻറ് ചെയ്തു? ഏറ്റവും വലിയ ഇൻഡസ്ട്രി ആണല്ലോ ഹോളിവുഡ്. കാലിഫോർണിയൻ ഗവൺമെൻറ് എന്തെങ്കിലും ചെയ്തോ? കാലിഫോർണിയൻ ഗവർണർ എന്തെങ്കിലും ചെയ്തോ? പ്രസിഡൻസി എന്തെങ്കിലും ചെയ്തോ? ഇല്ല. UK ചെയ്തോ? ഇല്ല. ഫ്രഞ്ച് ഗവൺമെൻറ് ചെയ്തോ? ഇല്ല. ലോകത്തിലെ ഏത് ഗവൺമെൻറ് ചെയ്തു? പറയൂ, ഒന്ന് ചൂണ്ടിക്കാണിക്കൂ. ഏറ്റവും വലിയ ഇൻഡസ്ട്രി ആണല്ലോ, ഏറ്റവും വലിയ ഇൻ്റലക്ച്വൽ ഇൻഡസ്ട്രി ആണല്ലോ ഫ്രഞ്ച് ഇൻഡസ്ട്രി. അവിടുത്തെ ലിറ്ററേച്ചർ, അവിടുത്തെ ഫിലോസഫി, അവിടുത്തെ സിനിമ ലോകം ഉറ്റുനോക്കുന്നതാണല്ലോ. ആരെങ്കിലും ചെയ്തോ? ഡിഡ് എനിബഡി സ്റ്റുഡ് അപ്പ് as okay, this is what we have to do, this is what we have to correct, we have to honor our sisters, our brothers, our mothers honor we have to uphold എന്ന് ഏതെങ്കിലും ഇൻഡസ്ട്രി, ലോകത്തിലെ ഏതെങ്കിലും ഇൻഡസ്ട്രി പറഞ്ഞോ? മലയാള സിനിമയല്ലാതെ ഹിന്ദി സിനിമ പറഞ്ഞോ? ഇല്ലല്ലോ. കന്നഡ സിനിമ പറഞ്ഞോ? തെലുങ്ക് സിനിമ പറഞ്ഞോ? ഇവരൊക്കെയല്ലേ ഇവിടെ റൂൾ ചെയ്യുന്ന ആൾക്കാർ അല്ലേ? തെലുങ്ക് സിനിമ ഈസ് ബിഗർ ദാൻ ഹിന്ദി സിനിമ. അവർ പറഞ്ഞോ? ഇതൊന്നും അവിടെ ഇല്ല. You should be a fool to say that it's not there. ഇത് സിനിമയെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല, ഇത് സമൂഹത്തിലെ മൊത്തത്തിൽ ബാധിക്കുന്ന പ്രശ്നമാണ്. അതായത് ഒരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ എങ്ങനെ ആയിരിക്കണം, അവിടെ സ്ത്രീകളുടെ സുരക്ഷിതത്വം എങ്ങനെ ആയിരിക്കണം, സെക്ഷൽ മിസ്കോണ്ടക്റ്റ് എങ്ങനെ തടയാം. ഇപ്പം ഏത് ഫീൽഡ് എടുത്ത് നോക്കും, IT ഫീൽഡ് എടുത്താലും മെഡിക്കൽ ഫീൽഡ് എടുത്താലും എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ട്. ഒരു ഗവൺമെൻറ് ഒരു പോളിസി ഉണ്ടാക്കുമ്പോൾ അതൊരു ഒരു സാമ്പിൾ ഇൻഡസ്ട്രി മാത്രം എടുത്തിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം അക്കാര്യത്തിൽ അൺപ്രസിഡൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്സാണ് കേരള ഗവൺമെൻറ് എടുത്തിട്ടുള്ളത്. അതിനെ നിങ്ങൾ വെൽക്കം ചെയ്യുകയാണ് വേണ്ടത്. നമുക്ക് കുറ്റം പറയാം, വിമർശിക്കാം, അതെല്ലാം കറക്റ്റീവ് മെഷേഴ്സ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഇങ്ങനെ സാർ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെ ഒരു കേസിനും അല്ലെങ്കിൽ ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരുമ്പോൾ സ്ഥിരതയാർന്ന നട്ടലുള്ള ഒരു മറുപടി എടുത്ത ഒരു സർക്കാരുള്ളത് തന്നെയാണ് നമ്മുടെ നാട്ടിലെയും നമ്മുടെ നാട്ടുകാരുടെയും സിനിമ ഇഷ്ടപ്പെടുന്ന ഏതൊരു ആൾക്കാരുടെയും സന്തോഷവും അഭിമാനവും. സാർ, താങ്ക് യു സോ മച്ച്. ഇനിയും ഒരുപാട് നല്ല മാറ്റങ്ങൾ രാജ്യാന്തര IFFK ഉണ്ടാവും എന്നുള്ള ഒരു വാഗ്ദാനം കൂടെയാണ് സുൽപ്പക്കുട്ടി സാർ ചലച്ചിത്ര അക്കാദമി ചെയർമാനായി വന്നത്. ലോങ് ലിവ് സിനിമ. ഫ്രം ദ റൂട്ട്സ് ഓഫ് ദി മലയാളം there comes a personality. Thank you so much, sir. Thank you.